വോട്ടുകൾ പെട്ടിയിലിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുൻപ് കേന്ദ്രമന്ത്രിയായി നമ്മുടെ സുരേഷ് ഗോപി അണ്ണൻ. ഇഷ്ടപ്പെട്ട ചില സിനിമകൾ ചെയ്യാനുണ്ടെന്നും അതിനാൽ 2 വർഷത്തേക്ക് തനിക്ക് ഒരു ഒഴിവ് തരണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും എന്നാൽ പാർട്ടി പറഞ്ഞാൽ ഭാരിച്ച ഉത്തരവാദിത്വവും ഏറ്റെടുക്കാമെന്നുമാണ് സുരേഷ് ഗോപി അണ്ണൻ പറയുന്നത്. കേന്ദ്രമന്ത്രിയാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് ഈ പിച്ചും പേയും പറഞ്ഞത്. ഇങ്ങനെ കേന്ദ്രമന്ത്രിസ്ഥാനം സ്വപ്നം കൊണ്ട് നടക്കുന്ന ഗോപി അണ്ണനെ വോട്ടെണ്ണി കഴിയുമ്പോൾ പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടിടേണ്ടി വരുമോ? ഇതൊക്കെ കേട്ടപ്പോൾ വീട്ടുകാർക്ക് മാത്രമല്ല ചില പാർട്ടിക്കാർക്കും ആശങ്കയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 മാസം മുൻപ് വരെ എൻ്റെ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടത്രേ. മന്ത്രിമാരാകാൻ പരിഗണിക്കുന്നതിൽ അവസാനത്തെ ആളായാൽ മതി. എന്നാൽ പ്രധാനപ്പെട്ട 5 വകുപ്പുകളുടെ മന്ത്രിമാർ കേരളത്തിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാകണമെന്ന് താൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. രാജ്യസഭാ MP ആയിരിക്കെ ചെയ്ത കാര്യങ്ങളുടെ പട്ടിക നിങ്ങൾക്ക് ലഭിക്കും. സേവനം ചെയ്യാൻ മന്ത്രിയാകണമെന്നില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി വിശകലനം നടത്തിയിട്ടുണ്ട്. അവരുടെ ആത്മവിശ്വാസം ഇരട്ടിച്ചിരിക്കുന്നു. താൻ പ്രചാരണ സമയത്ത് തന്നെ വിശകലനം ചെയ്തതാണ്. തെരഞ്ഞെടുപ്പിൽ താൻ തന്നെ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. മറ്റു സ്ഥാനാർത്ഥികൾ എന്തു ചെയ്യുന്നുവെന്ന് നോക്കിയിട്ടില്ലെന്നും താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വോട്ടർമാരോട് പറഞ്ഞുവെന്നും അവരത് ചിന്തയിൽ വെച്ച് തീരുമാനമെടുത്തിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും തട്ടിവിട്ടു. അതിനാണ് നിശബ്ദ പ്രചാരണ ദിവസം മണ്ഡലത്തിൽ നിന്നും വിട്ടുനിന്നത്. അതിനെയും ചിലർ അവഹേളിച്ചു. 2 പേർ തമ്മിലാണ് മത്സരമെന്നൊക്കെ പറയുന്നത് ജനാധിപത്യ സംവിധാനത്തെ അവഹേളിക്കലാണ്. എല്ലാവരും സ്ഥാനാർത്ഥികളാണ്. BJP കുറേ വോട്ട് ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാത്തവരെ കണ്ടുപിടിച്ച് വോട്ടർ പട്ടികയിൽ ചേർക്കുകയും വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. യുവ വോട്ടർമാരെയും ചേർത്തുവെന്നാണ് ഗോപി അണ്ണൻ പറഞ്ഞത്. വലിയ ആത്മവിശ്വാസത്തിലാണ് ഗോപി അണ്ണൻ. ഊണിലും ഉറക്കത്തിലും ചിന്ത ഇതേ ഉള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ സംശയം പറഞ്ഞത് വോട്ടെണ്ണി കഴിയുമ്പോഴുള്ള സ്ഥിതി എന്തായിരിക്കുമെന്ന്. മാത്രമല്ല BJPയുടെ സ്വന്തം കേന്ദ്ര ഇൻ്റലിജൻസുകാർ തന്നെ പറയുന്നു കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് BJP അക്കൗണ്ട് തുറക്കുക തലസ്ഥാന മണ്ഡലമായ തിരുവനന്തപുരത്ത് നിന്നാണെന്നാണ്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ നേരിയ വോട്ടിനായാലും വിജയിക്കുമെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ നിഗമനം. എന്ത് കണ്ടിട്ടാണ് അവരങ്ങനൊരു റിപ്പോർട്ട് തയ്യാറാക്കിയെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി അണ്ണൻ വിജയിക്കില്ലെന്നും ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു. തൃശ്ശൂരിൽ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ വിജയിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. LDFിൻ്റെ സിറ്റിംഗ് മണ്ഡലമായ ആലപ്പുഴയടക്കം 14 എണ്ണം UDFിനെന്നും ശേഷിച്ച 4 എണ്ണത്തിൽ UDFും LDFും ഒപ്പത്തിനൊപ്പമാണെന്നുമാണ് റിപ്പോർട്ട്. സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം UDFിനെ തുണയ്ക്കുമെന്നും ഇക്കാരണത്താൽ UDF സാധ്യത നിലനിൽക്കുന്നുവെന്നും രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നു.